നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ ഇതിലേ വന്നപ്പോഴേ ഈ ചായക്കടയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ ചായക്കടയിലാകുമ്പോൾ ഈ തനിച്ചിരുന്ന് സംസാരിക്കുന്ന മഹാബോറമാണ്. ആള് വേണം, എന്നാൽ രാഷ്ട്രീയം പറയാൻ ഒരു ഇതുള്ളൂ. എന്നാൽ പിന്നെ ഇരുന്നേക്കാന്നോർത്ത് കയറിയതാണ്. ഇന്നും നമ്മുടെ പിണറായി വിജയന്റെ മകളെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം പ്രകോപിതനുമായി ഇത് പത്രസമ്മേളനം അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്തു. ആദ്യം മൈക്ക് പ്രശ്നം ഉണ്ടാക്കി, അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്തു. അതേ ഈ മൈക്ക് അദ്ദേഹത്തിന് ഒരു അലർജി അല്ലേ? കേസെടുത്തുകൊണ്ടാന്ന് തോന്നുന്നു. ഇപ്പം മറ്റേ നേരത്തെ വിവാദമായ ആ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വീഡിയോ ഇന്നൊരാൾ എനിക്ക് അയച്ചു തന്നു. ഞാനത് സൂക്ഷ്മമായിട്ട് കണ്ടു നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യം തന്നെ, ശരിക്കും പറഞ്ഞാൽ മൈക്ക് അദ്ദേഹം മനഃപൂർവ്വം തല്ലി പൊളിച്ചു. കാരണം പേപ്പർ താഴ്ത്തു പോയി, കുനിയാൻ പറ്റത്തില്ല, കുനിയാനുള്ള ആരോഗ്യമില്ല. അപ്പോൾ ഇതാരും കണ്ടുമില്ല, ആരെങ്കിലും കണ്ടാൽ എടുത്തു കൊടുത്താലൊക്കെ പ്രശ്നമല്ലേ. അപ്പോൾ പുള്ളി ആ പേപ്പർ പോയ ആ സമയത്ത് ഹറി ഉണ്ടാക്കി പുള്ളി മൈക്ക് ഊന്ന് പൊള്ളിച്ച് കളിച്ചിട്ട് പോയതാണ്. ഇന്നിപ്പോൾ മൈക്ക് എന്ന് വെച്ചാൽ എനിക്കിഷ്ടമില്ലാത്തത് എന്നോട് ചോദിക്കരുത്. ഞാനിങ്ങനെ മാത്രമല്ല, പിണറായിയുടെ പത്രസമ്മേളനം നോക്കിയത് ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല. ആ മൈക്ക് പൊട്ടിച്ച് ഒഴിച്ചാൽ ഓഫാക്കിയത് ഒഴിച്ചാൽ ഒരു വീഡിയോ. കാരണം മോദിയെ ചോദ്യം ചെയ്യാനോ ഒന്നും ഒരു ഉശിരില്ല. മാത്രം ആരും അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. പാർട്ടിയിൽ നിന്ന്, സ്വന്തം പാർട്ടിയിൽ നിന്ന് ആരും അദ്ദേഹം പേര് പറഞ്ഞ് ന്യായീകരിക്കാൻ ആരും വരുന്നില്ല. പക്ഷെ ആരുടെ സപ്പോർട്ടൊന്നും വേണ്ട, കാരണം അങ്ങനെയാണല്ലോ പാർട്ടി. CPIM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എം മാറ്റിയിട്ട് പി ആക്കുക, അതാണ് ഏറ്റവും നല്ലത്. CPIP എന്നാക്കുന്നതായിരിക്കും നല്ലത്. ആ ലെവലിലേക്ക് പോകുന്ന അങ്ങനെ ജീവിച്ചിരിക്കുന്നത്തോളം അങ്ങനെ. എന്നോടൊരു ഓഫീസർ പറഞ്ഞു, ഒരു സിവിൽ സർവീസ് ഓഫീസർ എന്നോട് പറഞ്ഞത്, നിങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് എഴുതുമല്ലോ, ഇയാൾ മരുമകനെ ഏൽപ്പിക്കും, മറ്റൊന്നുമില്ല, നടക്കത്തില്ല. കാരണം ഇങ്ങനെ അത്രമേൽ അധികാരത്തിൽ പിടിമുറുക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അങ്ങേർക്ക് ഓർമ്മശക്തി ഉള്ളിടത്തോളം കാലം അങ്ങനെ തന്നെയായിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നയിക്കും. അങ്ങേര് മുഖ്യമന്ത്രിയായി മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഒന്നും മരുമോനെ ഏൽപ്പിക്കും, മരുമോനും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ പറയുന്നതെന്ന് പറഞ്ഞു CPI. അപ്പം ഈ മനുഷ്യന് അപ്പം മകളിലേക്ക് ഈട് ചെല്ലുന്ന ഒരു ലക്ഷണമുണ്ട്. ഇപ്പം മോദി അതിശക്തമായ നിലപാടെടുത്തു, പേരെടുത്ത് പറഞ്ഞു, മകളെന്നൊക്കെ തന്നെ പറഞ്ഞു. എനിവേ, നമ്മളിത് ഒരുപാട് ചർച്ച ചെയ്തതുകൊണ്ട് നമുക്ക് യുദ്ധത്തിലേക്ക് തന്നെ പോകാം. തീർച്ചയായും. കാരണം നമ്മൾ വല്ലാതെ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷമാണല്ലോ. നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള 17 പേര് ഇറാൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് ഇപ്പോഴും. ആ ഒരു കാര്യത്തിൽ, അതായത് ഇപ്പം മലയാളികൾ കൊണ്ടുപോയ ആ കപ്പലിലുള്ള 17 പേരുടെ കാര്യത്തിൽ, 4 മലയാളികളടക്കം 17 ഇന്ത്യക്കാരിരിക്കുന്ന കപ്പലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയമില്ല. കാരണം ഇന്ത്യയെ ചൊറിയാനോ ഇന്ത്യയോട് മല്ലടിക്കാനോ ഈ സമയത്ത് ഇറാൻ ശ്രമിക്കത്തില്ല. അത് അബദ്ധാവുന്നവർക്കറിയാം. അബദ്ധാവുന്നവർക്ക് ഒന്ന്. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് രണ്ടു ഭാഗത്തും ഇന്ത്യക്ക് ഗ്രിപ്പുണ്ടെന്നുള്ളതാണ്. അതെ. ഇപ്പം നമ്മുടെ മന്ത്രി മുരളീധരൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പല രാജ്യങ്ങളിലും അവരുടെ വ്യവസ്ഥാപിത ഭരണകൂടത്തിന് സ്വാധീനമില്ലാത്ത സമാന്തര ഭരണകൂടങ്ങൾ, ഉദാഹരണത്തിന് യമനിൽ ഹൂത്തികൾ സ്വാധീനമുള്ള, മ്യാൻമാറിൽ, പലയിടങ്ങളിലും, ഇപ്പം സിറിയൻ സർക്കാരിനെ ചെല്ലാൻ പോലും വയ്യാത്ത ഇടങ്ങളുണ്ട്. അതെ, അവിടേക്കാണ് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെയൊക്കെ സ്വാധീനം. ഹിസ്ബുള്ള മാത്രമല്ല, ISIS ഒക്കെ അവിടെ കയറിയിരുന്നു. അപ്പം നമുക്ക് അവിടെയും ഗ്രിപ്പുണ്ടെന്നാണ് എന്നോട് വി മുരളീധരൻ. ഇന്ന് ANIയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു രസകരമായ ഇൻ്റർവ്യൂ പറ്റിയൊന്ന് വായിച്ചു നോക്കണം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരും എൻ്റെ ആളാണ്, യുക്രൈനും എൻ്റെ ആളാണ്, റഷ്യ എൻ്റെ ആളാണ്. അപ്പോൾ എനിക്ക് രണ്ടുപേർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സൗദി എൻ്റെ ആളാണ്. അപ്പോൾ അതേ ഓരോന്നായി പറഞ്ഞത് എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് പെട്ടെന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയപ്പം എല്ലാവർക്കും സംശയമായിരുന്നു, ഈ ലോക നേതാക്കളൊക്കെ ഇദ്ദേഹം എങ്ങനെയായിരിക്കും സ്വീകരിക്കുക, അതിൻ്റെ ഫോർമാലിറ്റീസ്, അതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ അതൊക്കെ വിട്ട് എല്ലാവരും ഞാനങ്ങ് ഇടവഴി ശരിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കറക്റ്റാണത്. മോദിയുടെ നയന്ത്രം കൃത്യമാണ്. അല്ല, അത് ഞാൻ പറഞ്ഞ ഇപ്പം നമ്മൾ ഈ വിമത ഭരണകൂടങ്ങളോട് പോലും നല്ല ബന്ധമുണ്ട്. എന്നോട് വി മുരളീധരൻ വ്യക്തമായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലൊക്കെ അങ്ങനെയാണെന്നോ? എല്ലായിടത്തും ഞാൻ പറഞ്ഞു. വി മുരളീധരനോട് പറഞ്ഞു, നമുക്കിപ്പം ഞാൻ ആ യമനിലെ നിമിഷപ്രിയയുടെ കാര്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ യമൻ സർക്കാരിൻ്റെ കൺട്രോളിലല്ല, യമൻ സുപ്രീം കോടതിയാണ് വിധിച്ചിരിക്കുന്നത്, പക്ഷേ യമൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല ഈ സംവിധാനം പോകുന്നത്, വിമതർക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും നമ്മൾ ഡിപ്ലോമാറ്റിക് ടൈപ്പ് ഉണ്ടാക്കും, അവിടെയും നമുക്കുണ്ട്. അത് അത്ര എളുപ്പത്തിൽ സാധ്യമല്ല, എങ്കിൽ പോലും അത് നമുക്കുണ്ട്. അപ്പോൾ അത്തരം ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി മുമ്പ് സൂചിപ്പിച്ച ഉക്രൈനും റഷ്യയും, നമ്മൾ ഉക്രൈനെ പിന്തുണയ്ക്കുന്നുണ്ട്, അമേരിക്കൻ സഖ്യകക്ഷികളെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തന്നെ ഈ റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നുണ്ട്, S-400 നമ്മൾ വാങ്ങുന്നുണ്ട്. നമ്മൾ രൂപ കൊടുത്തിട്ട് വില കുറഞ്ഞ എണ്ണ വാങ്ങി. നമ്മുടെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ അവർക്ക് വിൽക്കാൻ പറ്റാത്ത എണ്ണ മുഴുവൻ വാങ്ങി. അതെ,
നമ്മൾ വില കുറഞ്ഞ എണ്ണയും വാങ്ങി, അവർക്ക് വിദേശ നാണയം കിട്ടി, അമേരിക്കയായിട്ട് പിണങ്ങിയില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഇസ്രായേലുമായി വലിയ ബന്ധം. അതെ, നമുക്ക് ഒരുപക്ഷെ ഇസ്രായേലിന് ഏറ്റവും ആത്മബന്ധമുള്ള രാജ്യം ഇന്ത്യ ആയിരിക്കും. ഒരുപക്ഷെ അത് മോദി വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ ദൃഢമായി. പണ്ട് ഇവര് പേടികൊണ്ട് പോവില്ല അങ്ങോട്ട്. പണ്ട് ഫലസ്തീനായിരുന്നു ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് ഇസ്രായേലുമായി നല്ല ബന്ധം. അതേസമയം ഫലസ്തീനോട് മോശം ബന്ധമല്ല. അല്ല, നമ്മൾ പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജ്യം, നമുക്ക് അവരുമായിട്ട് ബന്ധമുണ്ട്. നമുക്ക് സൗദി അറേബ്യ നമ്മുടെ ആളുകളാണ്, UAE നമ്മുടെ ആൾ. അതേസമയം ഇറാനും നമ്മളൊക്കെ പിണക്കമില്ല. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ അന്ന് യമനിൽ കുടുങ്ങിയ സമയത്ത് ഇന്ത്യക്കാർ മോദി സൗദി രാജാവിനെ വിളിച്ചവരാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു 5000 പേര് അവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം, നിങ്ങളിങ്ങനെ നിരന്തരം ബോംബിട്ടാൽ ബുദ്ധിമുട്ടാണ്, അല്പം ഒന്ന് നിർത്തി തരണം എന്ന് പറഞ്ഞു. അവർ ബോംബിങ് നിർത്തി കൊടുത്ത് മൊത്തം ഇന്ത്യക്കാരും ഫ്ലൈറ്റിൽ കൊണ്ടുവന്നു. പിന്നീട് അവർ യുദ്ധം പുനരാരംഭിച്ചുള്ളൂ. അതാണ് ബന്ധം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 17 ഇന്ത്യക്കാരുടെ കാര്യത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട. അതെ, ഓർക്കണം, ഇസ്രായേലിൻ്റെ ഒരു കപ്പൽ അവർ പിടിക്കുമ്പോൾ അവർ പ്രധാനമായും ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഈ പറയുന്ന തടവിലാക്കപ്പെടുന്നവരെ വെച്ച് വില പേശാനാണ്. ഉറപ്പാണല്ലോ, കപ്പലല്ലോ. ഹമാസ് അങ്ങനെയാണോ? അതെ, ഹമാസ് അവരുടെ കയ്യിൽ ഇരിക്കുന്ന ആളെ വെച്ച് വില പേശിയാണ് പകുതി പരിപാടി ബാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. എന്നിട്ടും ഇന്ത്യക്കാരെ കാണാൻ ഇന്ത്യൻ എംബസി അനുവദിക്കണമെന്ന് അവർ അനുവദിച്ചു. അതുകൊണ്ട് അക്കാര്യമില്ല. പക്ഷേ ഈ പോക്ക് കണ്ടിട്ട് ഇതൊരു 3ാം ലോകമഹായുദ്ധത്തിനുള്ള ഒരു സാധ്യത നമ്മൾക്ക്. അപ്പം നമ്മളിപ്പോൾ ഈ 2ാം ലോകമഹായുദ്ധത്തിൻ്റെ പാറ്റേൺ പരിശോധിക്കണം. ആ പാറ്റേണിൽ പലപ്പോഴും ഈ നേരിട്ടുള്ള ജർമ്മനിയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധമോ അല്ലെങ്കിൽ ജർമ്മനിയും പോളണ്ടും തമ്മിലുള്ള യുദ്ധമൊന്നും അല്ലാതെ അവിടെയും ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തിയും അമേരിക്കയെ ഒടുവിൽ ആക്രമിച്ചും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ആ ഒരു പലയിടങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ഈ തീ പിടിക്കുമ്പോൾ അവിടെ ഇവിടെയും കത്തിപ്പെട്ടിരുന്ന പോലെ പിടിച്ചാണ് യുദ്ധം 2ാം ലോകമഹായുദ്ധം. അത്തരമൊരു സാധ്യത ഇപ്പം തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ഈ ഇറാൻ്റെ ആക്രമണത്തെ ചൈന സെൽഫ് ഡിഫെൻസ് എന്നാണ് പറഞ്ഞത്. അതായത് ഇസ്രായേലിൽ കയറി ബോംബാക്രമണം നടത്തിയ ചൈന അതിനെ വിശേഷിപ്പിച്ചത് സെൽഫ് ഡിഫെൻസ്. റഷ്യ ആയുധം കൊടുത്തും ഈ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാൻ മുമ്പോട്ട് പോകുന്നത്. അതെ. അപ്പം വളരെ അപകടമായ കാര്യമാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ പാശ്ചാത്യ വിരുദ്ധ 2 രാജ്യങ്ങൾ ഇറാനൊപ്പമാണ്. അതെ. ഇനി സൗദി അറേബ്യയും UAE ഒന്നും ഇതിനോട് സഹകരിച്ചിട്ടില്ല. അവർ നിഷ്പക്ഷമായ. അപ്പം ഒരു പക്ഷേ ഇത് കൈവിട്ട് പോകാം. അപ്പം അമേരിക്ക അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ തിരിച്ചടിക്കരുത്, അടിച്ചാൽ ഞങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ വേറെ നിർദ്ദേശം വെച്ചാൽ പറയപ്പെടുന്നുണ്ട്, ഈ ഇറാൻ ഇത്രയും നാൾ ചെയ്യുമായിരുന്ന പ്രോക്സി യുദ്ധമാണല്ലോ, ഈ ഹിസ്ബുള്ളയും ഹൂതിയുമെതിരെയും ഹമാസിനെയൊക്കെ ഉപയോഗിച്ചാണല്ലോ, അത് ഇവരെ അങ്ങ് തീർത്തേക്കാനാണ് പറഞ്ഞതെന്നാണ്. തൽക്കാലം ഇറാൻ അറ്റാക്ക് ചെയ്യണ്ട, എന്നിട്ട് പകരം ഇവരെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അല്ല, പക്ഷെ അപ്പോൾ ഈ ഹിസ്ബുള്ളയും അവിടെയും പ്രശ്നം അതാണ് ഇവർ ചെയ്തേ. അല്ല, ഇപ്പോൾ ഈ ഇറാൻ ആക്രമിച്ച പശ്ചാത്തലം എന്താണ്? അതെ, ഇറാൻ്റെ ഡമാസ്കസിലെ അറ്റാക്ക് ചെയ്തു. ഈ അറ്റാക്ക് ചെയ്ത് എന്തിനാണ്? ഈ ഹിസ്ബുള്ളയെ തകർക്കാനാണ്. അതെ. അപ്പോൾ ഹിസ്ബുള്ള തകർക്കും ലക്ഷ്യമായി. മാത്രമല്ല ഇവരുടെ പ്രധാനപ്പെട്ട ചില ഉന്നത സൈനിക മേധാവികളെ കൊല്ലപ്പെട്ടു. അത് ഹിസ്ബുള്ള പരിശീലനം കൊടുത്തിരുന്നതാണ്. ഇത് വളരെ ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും പരിശീലനം കൊടുത്ത് ഇറക്കിയിരിക്കുന്നത്. ഇപ്പം സൗദി അറേബ്യക്കെതിരെ യുദ്ധം ചെയ്യാനാണ് ഹൂത്തികൾ ഉണ്ടാക്കിയത്. അതെ. ഇസ്രായേലിനെ തകർക്കുമ്പോഴാണ് ഹിസ്ബുള്ള എടുത്തു വെച്ചത്. അപ്പം ഈ ഇസ്രായേൽ ഭൂമുഖത്തുണ്ടാവാൻ പാടില്ല, തുടച്ചു നീക്കപ്പെടണം എന്നത് ഇറാൻ്റെ പ്രഖ്യാപിതമായ നയമാണ്. എത്രയോ കാലമായി പറയുന്നത്. അതെ, പരസ്യത്തിന് അവരെ ഇസ്ലാമിക റവല്യൂഷൻ 1979 ഇസ്ലാമിക റവല്യൂഷൻ കഴിഞ്ഞപ്പോൾ അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്, ഞങ്ങളുടെ ശത്രുരാജ്യമാണ് ഇസ്രായേൽ, അതിനെ തകർക്കുമെന്ന്. അന്ന് ഇറാൻ്റെ ഷായ്ക്കെതിരെ അയത്തുള്ള ഖൊമേനി സംഘവും അന്ന് വലിയ പ്രക്ഷോഭം നടത്തിയപ്പോഴും അന്നും ഇതൊരു വിഷയമായിരുന്നു അവർക്ക്. ഈ ഇറാൻ ഷായും സംഘവും ഈ ഇസ്രായേലിനെ അനുകൂലിക്കുന്നു, പിന്തുണ കൊടുക്കുന്ന രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു അന്നും. അതിൻ്റെയും കൊണ്ട് പ്രത്യാഘാതമായിട്ടാണ് ഇറാൻ ഷായ്ക്ക് ഒരു നാടുവിട്ട് പോകേണ്ടി വന്നത്. അയത്തുള്ള ഖൊമേനി വന്ന് അവിടെ എല്ലാം ഏറ്റെടുത്തത്. അതെ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ കാണേണ്ടത് ഇസ്രായേൽ ഇതിനോ തിരിച്ചടിക്കുമോ എന്നതാണ്. ഇവിടെ അമേരിക്ക തിരിച്ചടിക്കരുത് പറഞ്ഞു. അതെ. അതുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. ഇപ്പം ഗ്യാസിൽ സംഭവിക്കുന്ന അതാണല്ലോ. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടു. ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ ഹമാസ് പ്രേമികളുണ്ടല്ലോ. അതെ, വലിയ ഭൂരിപക്ഷം ഹമാസ് പ്രേമികൾ സോഷ്യൽ മീഡിയയിൽ. അപ്പം ഞാനിത് പറയുന്നത് എന്നാ വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു മുസ്ലിം വിരോധി എന്ന് പറഞ്ഞ് എനിക്ക് വിഷമം ഉണ്ടാക്കാറുണ്ട്. സത്യത്തിൽ എനിക്കൊരു വിരോധമില്ല, എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. കാര്യം എൻ്റെ നാട്ടിൽ മുസ്ലിങ്ങളൊന്നുമില്ല, അവിടെ എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസ കാലം എങ്കിൽ പോലും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ്
ചാത്തന്തറ കൊല്ലമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ചാത്തന്തറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ചാത്തന്തറ ഈ മറ്റേ പെരുന്തേരിക്ക് അടുത്താണ്. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളതാണ്. അവിടെയുള്ള 2 മുസ്ലിം സുഹൃത്തുക്കൾ, ഒന്ന് മുഹമ്മദ് സാലി, മറ്റൊന്ന് ഷിയാദ് മുഹമ്മദ്. ഇവർ രണ്ടും എന്നോട് സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ മുഹമ്മദ് സാലി പിന്നീട് ഞാൻ കേട്ടു, എനിക്കറിയത്തില്ല, ഒരു വിവരമില്ല. മുഹമ്മദ് സാലി ആരാണ്ട് എന്നോട് പറഞ്ഞു, മുഹമ്മദ് സാലി എന്തോ ISIS-ലൊക്കെ ചേർന്ന് സംഭവിച്ചത് പറഞ്ഞു കേട്ടു. ഷിയാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവൻ എന്തോ ഒരു STD ബൂത്തൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു നേരത്തെ. ഇപ്പോഴും എനിക്ക് ഷിയാദുമായിട്ട് ബന്ധമുണ്ട്. അതെന്ന് വെച്ചാൽ അന്ന് എനിക്ക് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല, മറ്റൊരു സ്ഥലത്തുനിന്ന് ഒന്ന് സ്കൂളിൽ പഠിച്ചിരുന്നത്. പിന്നെ കോളേജിൽ പഠിച്ചപ്പോൾ ഉണ്ട് സിറാജ് ഹസൻ പിള്ള എന്ന് പറഞ്ഞിട്ട് ദുബായ് വലിയ ബിസിനസ് ചെയ്യുന്ന സിറാജ് ഹസൻ പിള്ള എൻ്റെ സുഹൃത്താണ്. അതുപോലെ തന്നെ ഒരു ഷാ, അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ, ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ. ഒരു കാലത്ത് ഇപ്പോൾ തോന്നും ഒരു എൻ്റെ ഇവിടെ LLB പഠിച്ച ഷാജഹാൻ, ഞങ്ങൾ ഒരുപാട്, ഡോക്ടർ മുഹമ്മദ് ഇഫ്തിഖാർ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ ഇൻഷാദ് വലിയകത്ത് എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പയ്യൻ എപ്പോഴും എന്നെ വിളിക്കും. എനിക്കൊരിക്കലും ഒരാളുടെ മതത്തിൻ്റെ പേരിൽ ഒരു വിവേചനം അല്ലെങ്കിൽ തോന്നിയിട്ടില്ല. അയാളുടെ മതത്തിൽ വിശ്വസിക്കും, ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഈ വലിയ മതേതരവാദിയും നന്മമരമായ ആളുകൾ ചുമന്ന് നടക്കുന്ന ബോബി ചെമ്മണ്ണൂറുണ്ടല്ലോ, അതെ, ബോബി ചെമ്മണ്ണൂർ ഭയങ്കര സംഭവമായി വിശേഷിപ്പിച്ചൊരു കാര്യം ശ്രദ്ധിച്ചു. അയാളുടെ അമ്മ ആദ്യമായിട്ടാണ് മുസ്ലിമിന് നോൺ ക്രിസ്ത്യാനിക്ക് സംഭാവന കൊടുക്കുന്നതെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കി. അപ്പോൾ അയാളുടെ അമ്മയ്ക്ക് എത്ര പ്രായമായി? അയാളുടെ അമ്മ അപ്പോൾ എന്തോ ഒരു അന്യമത വിരോധം ആ കുടുംബത്തിനുണ്ട്. അതെ, ബോബി ചെമ്മണ്ണൂർ അല്ല, കാരണം ബോബി ചെമ്മണ്ണൂറിന് അമ്മയോട് പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷു ആവുന്നു, റംദാൻ ആവുന്നു, ഈസ്റ്റർ ആവുന്നു. അപ്പോൾ നമ്മൾ സാധാരണ വർഷം തോറും നമ്മൾ ഈ ഒരു നമ്മുടെ ഫൈനാൻസ് ബാലൻസ് നോക്കിയിട്ട് വർഷാവസാനം നമ്മളൊരു ഒരു ബോണസ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. വർഷാവസാനം ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും കൂടാതെ. പക്ഷെ നമുക്ക് കേസും പറ്റുന്നത് നമ്മൾ ഫൈനാൻസ് ഭയങ്കര ഫെയിലിയറായി. അപ്പോൾ അത് നമ്മളത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമ്മൾ ഈ ക്രിസ്ത്യാനികൾക്ക് ഈസ്റ്ററിന് മുമ്പും മുസ്ലിങ്ങൾക്ക് റംദാന് മുമ്പും ഹിന്ദുക്കൾക്ക് വിഷുവിന് മുമ്പും ഒരു ചെറിയ അലവൻസ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് മതത്തിൻ്റെ കണക്കെടുത്തപ്പോൾ ഞെട്ടിപ്പോയത് എന്നാണെന്നറിയാം. ഈ 3 പേരെ ഞങ്ങൾ ക്രിസ്ത്യാനികളോട് ഉള്ളൂ. 3 പേരേ ഉള്ളൂ. അതുള്ള ഞാൻ ഞെട്ടിപ്പോയി. 3 പേരെ ക്രിസ്ത്യാനികളുള്ളൂ. നമ്മൾ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് 3 ക്രിസ്ത്യാനികളുള്ളൂ. ശരിയാണ്. അത് നമ്മളിവിടെ മൊത്തത്തിൽ നമ്മൾ ആലോചിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ അവനും ചിന്തിച്ചത്. ഈ ഇത്തരത്തിൽ മതം ചിന്തിക്കാതിരിക്കുന്നത് നമ്മളെ കുറിച്ച് പറയാണ് വർഗീയവാദിയെന്ന്. അത് ഭയങ്കര സങ്കടകരമാണ്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ നമ്മുടെ സർവേ ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ചെന്ന ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിൽ ചെന്ന് അദ്ദേഹം സർവേ നടത്തുന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരം അദ്ദേഹം പെട്ടെന്ന് തന്നെ പറയുമെന്ന് വിളിച്ചു, നിങ്ങളല്ലേ ദിവസം രാവിലെ ഹിസ്ബുള്ളക്ക് ഹമാസിനെതിരെ വാർത്ത ചെയ്യുന്ന ആളെന്ന് ചോദിച്ചു. ശരിക്കും എൻ്റെ കൂടെ ഒന്ന് ശ്രീത്തമാരും അഖിലും ഞെട്ടി ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞാൽ അത് പുള്ളിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ഉപ്പിട്ട ഇത്രയ്ക്ക് ശേഷമാണ്. ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടുത്തെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രചരണ രീതി അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമം മാത്രം മതത്തിൻ്റെ പേരിൽ വിവേചനം ഉണ്ടായിരുന്നു ഈ നാട്ടിലെ. അതായത് എന്നോട് ഇന്നലെ നമ്മുടെ ഓഫീസിലെ ഒരാൾ, ഒരു ക്രിസ്ത്യാനി, 3 ക്രിസ്ത്യാനികൾ, ഞാനടക്കം 3 ക്രിസ്ത്യാനികൾ, ഞാനടക്കമുള്ള 3 ക്രിസ്ത്യാനികളോട് ഇന്നലെ എന്നോട് ചോദിച്ചതാണ്, അതല്ല ശരിക്കും ഇവിടുത്തെ മുസ്ലിമുകൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ അവരുടെ അപ്പനപ്പന്മാരുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കേണ്ടി വരുമോ എന്നോട് ചോദിക്കുക. ഇപ്പോഴും അങ്ങനെ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. അതെ, സത്യത്തിൽ ഇവിടെ ജീവിക്കുന്നവരെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് ഓർക്കണം. അതെ, ഇതാ അവിടുന്ന് വന്ന പൗരത്വമില്ലാതെ അഭയാർത്ഥികളെ വന്നവരെ മാത്രം ബാധിക്കുന്ന വിഷയം. ഞാൻ ബസ്സിൽ യാത്ര എൻ്റെ പുറകിലിരുന്ന ഇതേപോലെ 2 പേര് സംസാരിക്കുന്നുണ്ട്. അവരും പറയുന്നുണ്ട് ഈ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇനി ബാങ്ക് ലോൺ കിട്ടില്ലെന്ന്. എന്താ ചെയ്യുന്നത്? മോദി അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള പ്രചരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ കരുതുന്നത് എന്താണ്, ഇസ്രായേൽ ആ പാവപ്പെട്ട മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇസ്രായേൽ കൊല്ലാൻ കാരണം എന്താണ്? ഇസ്രായേൽ മര്യാദ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഞാനത് രൂപീകരിക്കപ്പെട്ട സാഹചര്യത്തോട് എതിർപ്പുള്ള ആളാണ്. തീർച്ചയായും ഇസ്രായേലിൽ ജൂതന്മാർ ലോകം മുഴുവൻ ചിതറിപ്പോയി അവരെ ഒരുമിച്ച് ഒരു രാജ്യമാക്കണം എന്നൊരാഗ്രഹം വന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം നമ്മൾ ഈ മലയാളികൾ ലോകം മുഴുവനില്ലേ? അതെ, കേരളം ഉള്ളതുകൊണ്ടല്ലേ ലോകം മുഴുവനില്ലേ? അപ്പം ലോകം മുഴുവനുള്ള മലയാളികൾക്കെല്ലാം കൂടി ഒരു പുതിയ രാജ്യം ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ തന്നെയാവും ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പം ജൂതന്മാർ എവിടെയാണോ അവിടെ എല്ലാം ഒരു ശക്തരാണ്, സമ്പന്നരും പൊളിറ്റിക്കൽ പവറുള്ളവരുമാണ്, മീഡിയ മുഴുവൻ അവരുടെ കയ്യിലാണ്. അങ്ങനെ പോകുമ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം എന്നൊക്കെ പറയുന്നത്, അവർക്കങ്ങനെ വെറുതെ സ്ഥലം അവരുടെ രാജ്യം കിടപ്പുണ്ട്, ആരും ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, ഇത് ഒരു രാജ്യത്ത് പോയി വേറൊരു രാജ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര നല്ല രീതിയൊന്നുമല്ല.
പക്ഷേ 75 വർഷത്തിന് ശേഷം ഈ രാജ്യം ഇല്ലാതാക്കി വേറൊരു പഴയ രാജ്യം പുനഃസ്ഥാപിക്കണമെന്ന് നടക്കത്തില്ല. ഇനി അത് നടക്കുള്ള കാര്യമല്ല. മാത്രമല്ല അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണയോടുകൂടി അതിശക്തമായ രാജ്യമായത് മാറി. അപ്പോൾ ഇനിയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫലസ്തീൻ ജനതയുടെ ജീവൻ സംരക്ഷിക്കണം. ഇപ്പം ഞാൻ ചോദിച്ചത് ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം മാത്രമല്ല അല്ലാത്ത മനുഷ്യരും ഞാനടക്കമുള്ളവരെ ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന കാശ് ഹമാസ് കൊണ്ടുപോകുന്നതാണ് പ്രശ്നം. അതാണ് അതിൻ്റെ വിഷയം. ഹമാസിന് ഈ വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം മുഴുവൻ ഈ പ്രധാന നേതാക്കളെടുത്ത് ആസ്വദിക്കുകയാണ്. അവരെ മക്കൾക്ക് എല്ലാം വ്യവസായ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ച് മറ്റു രാജ്യങ്ങളിൽ സുഖമായി ജീവിക്കുന്നു. അവന്മാർ സുഖമായി ജെറ്റിൽ ജീവിക്കുന്നു, മറ്റു രാജ്യങ്ങൾ സുഖമായി ജീവിക്കുന്നു. ഇനി ഉള്ളവരെ അണ്ടർഗ്രൗണ്ടിൽ സുഖമായിട്ട് താമസിക്കുന്നു. ഈ കൊല്ലപ്പെടുന്നത് മുഴുവൻ പാവപ്പെട്ട യാഹ്യ സിൻവർ എന്ന് പറഞ്ഞവൻ ഇനി കണ്ടുകിട്ടിട്ട് പോലും ഇല്ല. അയാൾ ഗാസയിലുണ്ട്, എവിടെ നിന്നും ആർക്കും അറിയില്ല. അല്ല, അപ്പം പറഞ്ഞത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 സ്റ്റേറ്റ് എന്ന് പറയുന്ന പരിഹാരമുള്ളൂ. ഒന്ന്, ഇസ്രായേൽ അവരുടെ അതിർത്തിയിൽ, അപ്പോൾ ഇസ്രായേൽ ചില വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള സ്ഥലങ്ങളെ കയറിയിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കണം. എനിക്കൊന്ന് ഗോലൻ അതൊക്കെ തിരിച്ചു കൊടുക്കണം. ആ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി പണ്ട് അന്ന് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തി എന്താണോ ആ അതിർത്തിയിൽ ഇസ്രായേലിനെ എത്തിച്ച് ബാക്കി കൊടുത്ത് ഫലസ്തീനെ ഒരു രാജ്യമാക്കി പൂർണ്ണമായും പരസ്പരം സഹകരിക്കുന്ന തരത്തിൽ കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ പണ്ട് രാജ്യം അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ 2 ദ്വിരാഷ്ട്ര സങ്കല്പത്തെ യോജിക്കുന്ന രാജ്യമാണ്. അപ്പം ഇത് ചെയ്യാതെ ഈ ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ഇവന്മാർ ഈ ബോംബ് പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ട്. ഇവരവിടെ പോയി ആക്രമണം നടത്തിയിട്ടാണ് വരുന്നത്. അപ്പം ഇപ്പോഴത്തെ കഥ ഓർക്കുക, ഇവർ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, പലരും ശ്രദ്ധിക്കാത്തൊരു പ്രത്യേകത, ഒട്ടുമിക്ക ഇസ്രായേലികളും 2 രാഷ്ട്രങ്ങളുടെ പൗരത്വമുള്ളവരാണ്. അങ്ങനെയുണ്ട് ഒട്ടുമിക്ക ഇസ്രായേലികളും. ഇപ്പം നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ ഇരട്ട പൗരത്വം അനുവദിക്കാത്തത് കൊണ്ട് അവർക്കില്ല. ഇപ്പം നമ്മൾ കൊച്ചിയിൽ നിന്ന് പോയ ആളുകൾ ഇരട്ട പൗരത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ പൗരത്വവും ഇസ്രായേൽ പൗരത്വം നിലനിർത്തുമായിരുന്നു. ബ്രിട്ടനോ അമേരിക്കയോ അയർലൻഡോ ജർമ്മനിയോ ആ രാജ്യങ്ങളൊക്കെ ഇരട്ട പൗരത്വം അനുവദിക്കും. അതുകൊണ്ട് ആ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ മാതൃരാഷ്ട്രം ഉണ്ടായപ്പോൾ പോയെങ്കിലും അവർ ഈ പൗരത്വം വിട്ടിട്ടില്ല, ആ രാജ്യത്തെ പൗരത്വം വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൽ എത്തപ്പെട്ടിരിക്കുന്ന ജൂതന്മാർ എന്ന് പറയുന്ന ഒട്ടുമിക്ക ആളുകളും ഇരട്ട പൗരത്വമുള്ളവരാണ്. അപ്പം ഈ ഇരട്ട പൗരത്വം ഉള്ള ജനത, നമ്മൾ വന്നു പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഗുണമുണ്ട്. ലോകമെമ്പാടുമുള്ള ജൂത കമ്മ്യൂണിറ്റി ഇവരെ സഹായിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ സഹായിക്കുന്നുണ്ട്, രാഷ്ട്രങ്ങൾ സഹായിക്കുന്നു. അതുകൊണ്ട് ഇവർ വളരെ ബഹുദൂരം വളർന്നു വലിയ സമ്പന്ന രാജ്യമായി മാറി. ഈ മരുഭൂമിയിലാണെന്ന് ഓർക്കണം ഇങ്ങനെ ഒരു സമ്പത്ത് അവർ കാർഷിക മേഖലയിൽ പോലും അവർ വളർന്നു ഓർക്കണം. ഇവിടെ ഇവരെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ റിംഗ് ഓഫ് ഫയർ എന്ന തരത്തിൽ ഇറാൻ വളർത്തിയിരിക്കുന്ന ഒരു കുഴപ്പമുണ്ട്. ഈ പ്രോക്സി വാർ നടത്താൻ വേണ്ടി ഇപ്പം ഹെസ്ബുള്ള ഇറാഖിലുണ്ട്, സിറിയയിലുണ്ട്, ലെബനനിലുണ്ട്, അതുപോലെ തന്നെ ഹൂത്തി യമനിലുണ്ട്. അപ്പം ഈ പറയുന്ന ഹൂത്തിയും ഹെസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും ഹമാസും അപ്പോൾ ഇങ്ങനെ ഈ റിംഗ് ഓഫ് ഫയറിൻ്റെ അകത്ത് ഇവർ കിടക്കുവാണ്. അപ്പം എവിടെയെങ്കിലും ഇവർക്കൊരു വീഴ്ച പറ്റിയാൽ ഈ രാജ്യം ഇല്ലാതാവും. അതെ, കാരണം ഇവർക്കിപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ദിവസമാണ് ഈ ഒക്ടോബർ 7. മുമ്പ് ഒരുപാട് യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ ജോർദാനും ഈജിപ്തും എല്ലാം ചേർന്ന് അറ്റാക്ക് ചെയ്തു. പണ്ട് മോണ്ടിയൽ ഒളിമ്പിക്സിന് അവിടെ കൊണ്ടുപോയി. പക്ഷേ അത് ഇസ്രായേലിൻ്റെ പുറത്ത്. ഞാൻ പറഞ്ഞ ഇസ്രായേലിന് നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ അവരുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്ന തരത്തിൽ സംഭവിച്ചത് ഈ ഒക്ടോബർ 7 അതെ, കാരണം ആ ജനത, അതായത് അമേരിക്കയിൽ ജീവിച്ചിരുന്ന അല്ലെ ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന അവിടെ പൗരത്വം ഉണ്ടായിരുന്ന ഒരു ജൂതൻ അവൻ്റെ മാതൃരാജ്യത്തേക്ക് വന്ന് അവരുടെ മക്കൾ വളർന്നു വരുന്ന സ്ഥലമാണിത്. അതെ, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങളോട് സുരക്ഷിതമായിരിക്കുന്നതാണ്. ഞങ്ങൾ സുരക്ഷിതരല്ല എന്ന് ആ ജനത കരുതിയാൽ ഇരട്ട പൗരത്വം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടുന്ന് പോകാൻ ടെൻഡൻസി ഉണ്ടാവും. ഇപ്പം നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മനസ്സിലാക്കുന്നത് എന്താ, നമുക്കിവിടെ നിവൃത്തിയില്ല. പിണറായി ഭരിക്കുന്നിടത്തോളം കാലം ഈ നാട് മുട്ടിഞ്ഞു പോകും. അപ്പം നമ്മളെല്ലാം കാനഡയിൽ പോവാം, കാനഡയിലും അമേരിക്കയും. ഞാൻ എൻ്റെ പിള്ളേരെ ഇംഗ്ലണ്ടിലേക്ക് മാറ്റി, കാരണം ഇവിടെ പോയി എൻ്റെ പിള്ളേരുടെ ഭാവി എന്താണെന്ന് അറിയത്തില്ല. എനിക്കതിന് പറ്റിയത് കൊണ്ട് പറ്റി, എല്ലാവർക്കും പറ്റത്തില്ല. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇസ്രായേലിലെ പിള്ളേരെല്ലാം നാട് വിടും. ഇസ്രായേലിലെ കുറേ ഈ കാരണവന്മാർ മാത്രം അവശേഷിക്കുന്ന അവസ്ഥ കേരളത്തിൻ്റെ അവസ്ഥയാവും. കേരളം പിന്നെ ഇന്ത്യ ഉണ്ട് നോക്കാൻ, ഇസ്രായേലിന് ആരുമില്ല, ഒരു രാജ്യമല്ലേ ആ രാജ്യം. അപ്പോൾ ഇവർക്ക് ഒരു തരത്തിലും വീഴ്ച വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് ഈ ഒക്ടോബർ 7 അതുകൊണ്ടാണ്
ഇസ്രായേലിന് ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയുണ്ട്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പുണ്ടായ ആക്രമണങ്ങളുടെ സമയങ്ങളിലൊക്കെ ഹമാസ് കരുതിയിരുന്നത് ഈ കുറേ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ ജനവികാരം എതിരാവും, യുദ്ധം അവസാനിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ ഇസ്രായേലിന് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, അവരുടെ 1200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു, അവരുടെ അതിർത്തി കടന്നു കയറി, 120 വരെ തടവിലാക്കിയിരിക്കും. ഈ തടവിലാക്കിയവരെ വിട്ടാൽ പോലും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല. തടവിലായ ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഇപ്പോഴും ഇല്ല. ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വാസമൊന്നും മാത്രമല്ല, ഇത് ഹമാസ് മാത്രമല്ല, പല ലോക്കൽ പ്രസ്ഥാനങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ അവരെവിടെയാന്ന് ഇവർക്ക് പോലും കണ്ടെത്തി. ഇപ്പം ഹമാസുമായിട്ട് ധാരണ എത്തിന്ന് വെച്ചു, ഹമാസ് വിചാരിച്ച എല്ലാവരും തിരിച്ചു കിട്ടത്തില്ല. പറ്റില്ല. ഹമാസ് വിചിത്രമായ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഞങ്ങളെ മുഴുവൻ പാലസ്തീൻ തടവുകാരും വിട്ടേച്ചാൽ ഇനി അവരെ വിടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇവരാണ് തടസ്സം നിൽക്കുന്നത് വെടിനിർത്തലിന്. 3500 പേരെയാണ് അമേരിക്ക ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം അറസ്റ്റ് ചെയ്തത്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്ന 3500 ഫലസ്തീനികളാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ വിട്ടുകൊടുപ്പൊന്നും അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം, ഇസ്രായേലിന് പ്രശ്നമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തിരിച്ചടിച്ചാൽ പറ്റൂ. അമേരിക്ക നിർത്താൻ പറഞ്ഞാലും നിർത്താത്തത് കൊണ്ടാണ് തിരിച്ചടിച്ചോ മതിയോ. ഈ ഒക്ടോബർ 7 പോലെ തന്നെ മുറിവുള്ളൊരു ദിവസമായി മാറുവാണ് ഏപ്രിൽ 13. ഏപ്രിൽ 13 ആകെപ്പാടെ അവർക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് ഒക്ടോബർ 7 ഇവന്മാർ ആയുധങ്ങളുമായി കടന്നു കയറുമ്പോൾ തടയാൻ കഴിഞ്ഞില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, തടയാൻ കഴിഞ്ഞില്ല. ഇന്റലിജൻസ് വീഴ്ച അത് വലുത്. പക്ഷേ ഇത് ഇവർക്ക് നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒരു ആകെപ്പാടെ ഒരു 7 വയസ്സുള്ള കൊച്ചിന് അത്രേ ഉള്ളൂ. അതൊരു മുസ്ലിം കൊച്ച്. അതാണ് രസം. ഒരു അറബ് ഇസ്രായേലി. അപ്പം ഇവർ ഇത്രയധികം, അതായത് ഏതാണ്ട് 300ഓളം ആയുധങ്ങൾ, ഡ്രോണ്, മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈല്, ക്രൂസ് മിസൈല്, ഡ്രോൺസ്, ഇതൊക്കെ അയച്ചു. ഇതൊക്കെ അയച്ചിട്ടും ഒരു കൊച്ചിന് പരിക്ക് പറ്റിയതുള്ളൂ. അവരുടെ ആ ഒരു എയർപോർട്ടിൽ ചെറിയ പരിക്കുണ്ടായി എന്ന് പറഞ്ഞ് അമേരിക്കയിലെ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ എയർപോർട്ട് ഇവർ ലക്ഷ്യമിടാൻ കാരണം അവിടെയാണ് ഈ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ F-35 യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. അത് താർക്കാനായിരുന്നു ഇവർ അവിടെ ശ്രമിച്ചത്. പക്ഷേ നടന്നില്ല. യാതൊന്നും നടന്നില്ല. അവർ വളരെ കൃത്യമായി തയ്യാറെടുത്തു. ഇന്ന് അവരുടെ IDF-ന്റെ ചീഫ് അവിടെ തന്നെ ആ എയർപോർട്ടിൽ സന്ദർശിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ട് ഇവരുടെ രണ്ടാമത്തെ പ്രശ്നം വരുന്നത്, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവർ പറഞ്ഞു കഴിഞ്ഞു ഹമാസിനെ തുടച്ചു നീക്കിയാൽ ഞങ്ങൾ അവസാനിപ്പിക്കും. ഇത് ആദ്യത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഈ ഹമാസിനെ തുടച്ചു നീക്കുക എന്നുള്ള യുദ്ധം നീണ്ടകാലത്തെ യുദ്ധമാണ്. ഇപ്പം റഷ്യയും യുക്രൈനും അത് വർഷമായി, ഇത് 6 മാസം കൂടുതലായി, അത് തുടരും. പക്ഷേ ഇറാനെ തിരിച്ചടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഇറാനെ തിരിച്ചടിച്ചില്ലെങ്കിൽ ഇപ്പം അവർ അറബ് രാജ്യങ്ങളോട്, ഇപ്പം ഈജിപ്തിനും ജോർദാനും ഒക്കെ ഒരു ആശങ്കയുണ്ട്. കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയ്ക്കും അവരെ സഹായിക്കുന്ന സഖ്യകക്ഷികൾക്കും ഞങ്ങൾ പണി തരുമെന്നാണ്. അപ്പോൾ ഈ ഈജിപ്തും ജോർദാനും അടക്കമുള്ള രാജ്യങ്ങളെ ആശങ്കപ്പെടും. ഇപ്പം ഇവരുടെ പ്രസിഡന്റ്, അതായത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവരെന്തു ചെയ്യും? അതായത് ഇവർ തിരിച്ച് അങ്ങോട്ട് ആക്രമിച്ചാൽ അതിനുള്ള ശേഷി അവർക്കുണ്ട്. തിരിച്ചാക്രമിച്ചാൽ അപ്പോൾ സ്വാഭാവികമായും വലിയൊരു യുദ്ധമായി മാറും. ഈ മറ്റു രാജ്യങ്ങൾ ഓരോ ശാക്തീയചാരികളിൽ ചേരും. അതുപോലെ തന്നെ ഇവരെ സഹായിക്കുന്ന രാജ്യങ്ങൾ, സൗദി ആണെങ്കിലും ശരി, ഖത്തർ ആണെങ്കിലും ശരി, UAE ആണെങ്കിലും ശരി, അവർക്കൊക്കെ ഒരു നിലപാടെടുക്കേണ്ടി വരും. അധികകാലം അവർക്കൊരു ചേരാൻ നിൽക്കാൻ കഴിയില്ല. റഷ്യയും ചൈനയും തീർച്ചയായും അവരുടെ, ചൈനയെ മാത്രമേ എനിക്ക് ഒരു സംശയമുള്ളൂ. ചൈന കച്ചവടമായതുകൊണ്ട് ഈ മറ്റേ മുട്ടനാടുകൾ തമ്മിൽ അടിക്കട്ടെ എന്ന് കരുതി ഞാൻ കൈവെട്ടി നിന്നിട്ട് അതിൽ ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചൈനയ്ക്ക് ഇടപെടി ചാടി ഇടേണ്ട കാര്യമില്ല. അപ്പം ഇവരാരും പക്ഷെ അപ്പം ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പം അമേരിക്കയ്ക്ക് സഹായിക്കാൻ പറ്റത്തില്ല. അതെ. അപ്പം ഈ ഒരു ലോകമഹായുദ്ധം എന്ന തലത്തിലേക്ക് ഇത് പലതരത്തിൽ വളർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം തിരിച്ചടിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. മോശക്കാരായി അവരുടെ രാജ്യത്തേക്ക് മറ്റൊരു രാജ്യം 300ഓളം മിസൈലുകൾ വിട്ടിട്ട് തിരിച്ചടിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ, ഞാൻ പറഞ്ഞപ്പോഴും നിലനിൽപ്പിൻ്റെ പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തർക്കമുണ്ടായി ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചാൽ കുഴപ്പമില്ല. അല്ല, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുന്നു, ആ യുദ്ധം ആരുടെയെങ്കിലും മധ്യസ്ഥതയിൽ അവസാനിപ്പിച്ചാൽ പ്രശ്നമില്ല. പക്ഷെ ഇത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെയും അവരുടെ കോൺഫിഡൻസിനെയും ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഈ അറ്റാക്ക് ഉണ്ടായാൽ അപ്പോഴാണ് ചോദ്യം, എന്ത് ചെയ്യും?
നമ്മുടെ ചോദ്യം ഇതെന്ത് എങ്ങനെ അതെ, എന്താണ് അതിനെ നിങ്ങൾ വിലയിരുത്തുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഐക്യരാഷ്ട്രസഭ ഇതിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. കരയുന്നുണ്ട് അയാൾ ഇരുന്നുണ്ട് ഗുട്ടറസ് ഒരു കാലത്ത് നമ്മുടെ ലോകത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ശക്തമായ ഇടപെടൽ നടത്തുവാരുന്നൊരു സംഘടനയാണ്. മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ പല നിലപാടുകളും ഏതൊരു ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണോ എന്ന് സംശയിച്ചാൽ നമ്മൾ കാര്യം കുറ്റം പറയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യക്ക് പോലുള്ള രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, പക്ഷേ എൻ്റെ ചോദ്യം, ഇസ്രായേലിന് മിണ്ടാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അങ്ങനൊരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നത് നേരിട്ടുള്ളൊരു അറ്റാക്കിലേക്ക് പോവാതെ നിങ്ങൾ പറഞ്ഞ മാതിരി പ്രോക്സി വാറിൽ അവരെത്തും. പക്ഷേ എന്നാൽ പോലും അതിന് പരിമിതിയുണ്ട്. ഇപ്പം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ഹൂത്തികളാണെങ്കിലും ഹെസ്ബുള്ള ആണെങ്കിലും ഇവരെല്ലാം കഴിയുന്നത് മറ്റു രാജ്യങ്ങളിലാണ്. ഹൂതി മുതലായി ഇപ്പോൾ അമേരിക്ക നേരിടുന്നുണ്ട് ചെങ്കടലിൽ. അതെ, പക്ഷെ അവരെല്ലാം മറ്റു രാജ്യങ്ങൾ. അപ്പോൾ നമ്മൾ യമനിൽ പോയോ അല്ലെങ്കിൽ സിറിയയിൽ പോയോ ലെബനിൽ പോയോ എന്തായാലും ഖത്തറിലൊന്നും പോയി ചെയ്യാൻ പറ്റത്തില്ല. അവിടെ തുർക്കി പോയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തുർക്കിയിലൊക്കെ ഉണ്ട് ഇവര്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചെയ്യാനുള്ള മറ്റൊരു സാധ്യത എൻ്റെ ഒരു തോന്നൽ, ഇസ്രായേൽ ഇങ്ങനെ പമ്മിയിരിക്കുന്നത് ഈ ഇറാൻ്റെ അണുവായുധ ശേഖരത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഇസ്രായേലിനുണ്ട്. ഇസ്രായേൽ പണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അതിൻ്റെ മാപ്പും സ്ഥലമൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പം അത് തകർക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ്റെ അകത്ത് കയറി അപ്പോൾ ഇറാനെ ആക്രമിച്ച പ്രശ്നം വരത്തില്ല. കൃത്യമായിട്ട് ഇവരുടെ ഈ അണുവായുധ പരീക്ഷണ സംവിധാനങ്ങളിലേക്ക് മേൽ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ആകുമ്പം തിരിച്ച് ഇവർക്കൊരു സർജിക്കൽ സ്ട്രൈക്ക്, അതാണ് ആ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അപ്പം പിന്നെ അവർക്ക് പറഞ്ഞേക്കാം, അമേരിക്കയ്ക്കും പറഞ്ഞേക്കാം. പണ്ട് ഇടപെടുന്ന ഒരു വിഷയമാണ്. അപ്പം ഇപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്കുള്ള സാധ്യതയും, ആ സർജിക്കൽ സ്ട്രൈക്ക് ജനങ്ങളെയല്ല, നേരെ മറിച്ച് ഈ അണുവായുധ പരീക്ഷണ സംവിധാനങ്ങളുടെ മേൽ ഇസ്രായേൽ ആക്രമണം നടത്തുക. അങ്ങനെയാണെങ്കിലും എന്ത് സംഭവിക്കും? കാരണം ഇതിനകത്ത് വേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാദ്യമല്ല ഇസ്രായേലെ ഇറാനികളെ കൊല്ലുന്നത്. ഇപ്പോൾ ഈ ഡമാസ്കസിൽ എംബസിൽ ആക്രമിച്ചപ്പോഴാണെങ്കിലും ഇവരുടെ പല പരിശീലന കേന്ദ്രങ്ങൾക്ക് നേരെയും ഈ ഡമാസ്കസിൽ തന്നെ ഇവർ ആക്രമണം നടത്തിയിട്ടുണ്ട് നേരത്തെയും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പല അയൽ രാജ്യങ്ങളും അവർ ആക്രമിച്ചു. ലെബനനിലുണ്ട്. ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഈ ഹിസ്ബുള്ളിന്റെ നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുകയാണ് ഇസ്രായേൽ. അവർ സാങ്കേതിക സംവിധാനം ഒരു കാറിലുള്ള 6 പേരെ ഒരുമിച്ച് ഒറ്റയടിക്ക് മറ്റേ ഹമാസിന്റെ അതെ തലവന്റെ 2 മക്കളടക്കം പേരക്കുട്ടികളും. അതാണ്. അപ്പം അത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ, ഇപ്പം ഇതിനു മുമ്പും 2 തവണ ലെബനനിലും അതായത് ബെയ്റൂട്ടിലും ഡമാസ്കസിലും കയറി അടിച്ചിരുന്നു. അതെ, ഇസ്രായേൽ സൈനികരെ കൊന്നിരുന്നു, വലിയ തലവന്മാരെ കൊന്നു. പക്ഷെ അവരൊന്നും ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ അവർ എംബസി ആക്രമിച്ചപ്പോഴാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത്. ഈ പരീക്ഷണവും അവർ വിജയിച്ചിട്ടില്ല. നമ്മുടെ ഇവിടെ കുറേ ഹമാസ് പ്രേമികൾ പറയുന്നുണ്ട്, എടാ പൊട്ട എന്നോട് എൻ്റെ വീടിൻ്റെ എടാ പൊട്ട 100 കണക്കിന് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു, ഇസ്രായേലിൽ പട്ടാളം ഇല്ലാതായി, ഇസ്രായേലിൻ്റെ വിമാനം ഇല്ല എന്നൊക്കെ നമ്മുടെ ഇവിടെ കുറേ പേര് ആഘോഷിക്കുന്നുണ്ട്. ഇറാൻ പോലും അവകാശപ്പെടുന്നില്ല, ഇറാൻ ഇത് പറഞ്ഞിട്ടില്ല. പട്ടാളക്കാരുടെ എണ്ണം കൂടുതലാണ് ഇറാന്, പക്ഷേ മറ്റു ശേഷി ഇസ്രായേലിന് തന്നെയാണ്. അല്ല, അവരുടെ ഒരു ഇൻ്റലിജൻസും ശാസ്ത്രീയമായ സാങ്കേതികമായ മികവും സമാനതകളില്ലാത്ത. മാത്രമല്ല ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്ക കൂടിയാണല്ലോ. അതെ അതെ. അപ്പം ഇസ്രായേലിന് ഒരിക്കലും തള്ളിപ്പറയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല, ഏത് ഭരണകൂടം വന്നാലും. കാരണം ബേസിക്കലി ഈ ജൂതന്മാരുടെ വേര് അത്രയും ശക്തമാണ് അവിടെ. അമേരിക്കൻ രാഷ്ട്രീയ പാർട്ടികളെയും അമേരിക്കൻ മാധ്യമങ്ങളെയും ഒക്കെ ശക്തമായി സ്വാധീനിക്കുന്നത് ജൂതന്മാരാണ്. അപ്പം ഇവിടെ അമേരിക്കയിൽ അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചില്ലെങ്കിൽ അവിടുത്തെ മാധ്യമങ്ങൾ അമേരിക്കയ്ക്കെതിരാവും. ബാങ്കിങ് മേഖല എല്ലാം എല്ലാതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അമേരിക്കയ്ക്ക് ഇപ്പം ബൈഡൻ ഇത് പറയുന്നുണ്ടെന്ന് വെച്ചോളൂ, പക്ഷെ അത് മാത്രം ഇത് ബൈഡന് ക്ഷീണമാവും. ഇപ്പം ട്രംപ് അങ്ങനെ പറയുന്നത്, ട്രംപ് വരുന്നുണ്ട്. ട്രംപ് ഇപ്പം ഇത് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ട്രംപ് വീണ്ടും അടുത്ത പ്രസിഡന്റ് ആവും. ട്രംപ് വന്ന കാര്യത്തിൽ തീരുമാനമാവും. അല്ല, ജോ ബൈഡനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം മറ്റേ നമ്മുടെ നെതന്യാഹുവിനെ കുറിച്ച് വളരെ സഭ്യമല്ലാത്തൊരു വാക്കുമായിരിക്കും പറയുക അറിയാതെ, അതെല്ലാം കേൾക്കുകയും ചെയ്തു. അപ്പോൾ ഓർമ്മ പോയി, ഓർമ്മയില്ല. അതാണ്. അടുത്ത തവണ അയാൾ വീണ്ടും മത്സരിക്കുമ്പോൾ ട്രംപ് കയറാനുള്ള സാധ്യത ഈ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള സാധ്യതയുണ്ട്. ലോകമഹായുദ്ധത്തിലേക്ക് നീണ്ടേക്കില്ല. കാരണം അതിനുള്ളൊരു അത് തടയേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോകമഹായുദ്ധമായി മാറാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ഇസ്രായേലിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവർക്ക്
എന്തെങ്കിലും ചെയ്തേ മതിയാവും. അതെ, കാര്യം ഹമാസിനെ പോലെ ഇന്നും പൂർണ്ണ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ലല്ലോ. അല്ല, ഹമാസിനെ തോൽപ്പിക്കാൻ കഴിയാത്തത് രാജ്മോഹൻ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവന്മാരെല്ലാം എല്ലാം തുരങ്കത്തിലിരിക്കും. തുരങ്കം എവിടെ ആർക്കും അറിയില്ല. തുരങ്കം അറിയാം, പക്ഷെ തുരങ്കത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമാണ്. അവരുടെ കംപ്ലീറ്റ് സംവിധാനത്തിൽ ഈ തുരങ്കം ഉണ്ടാക്കിയത് എങ്ങനെ, ലോകത്തുള്ള നാനാഭാഗത്ത് നിന്ന് ആളുകൾ കൊടുത്ത എയ്ഡ് മുഴുവൻ ഉപയോഗിച്ചമാർ തുരങ്കം ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ആ തുരങ്കത്തിൽ ഇവന്മാർക്ക് അതിലേക്ക് ഒരിക്കലും കയറാൻ പറ്റത്തില്ല. അല്ലെ തുരങ്കം മുഴുവൻ തകർക്കണം. തുരങ്കം തകർക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കുറേ വാതിൽ കണ്ടുപിടിച്ചു, ഷാഫ്റ്റ് പലതും കണ്ടുപിടിച്ചു, തകർത്തിട്ട്. പക്ഷേ അതിനകത്താണ് ഇവരൊക്കെ ഈ നമ്മൾ തട്ടിക്കൊണ്ട് പോരൊക്കെ ഇരിക്കുന്നത്. അത് വലിയൊരു വിഷയമാണത്. അത് മാത്രമല്ല, പല കെട്ടിടങ്ങളും ആശുപത്രികളും ആശുപത്രി മൊത്തം തുരങ്കമാണ് അതിനകത്ത്. അപ്പം ഇതിൽ വാതിൽ അവിടുന്നാണ്. ഈ ആശുപത്രികളുടെയും കിൻഡർ ഗാർട്ടൻ സ്കൂളുകളുടെയൊക്കെ അവിടുന്നാണ് വാതിൽ തുരങ്കം. ഈ ടണൽ ഷാഫ്റ്റ് ഉണ്ടല്ലോ, ടണൽ ഷാഫ്റ്റ് അവിടുന്നാണ്. അതുകൊണ്ട് ഈ ശാശ്വതമായി ഹമാസിനെ തീർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ പൂർണ്ണമായും ആ രാജ്യം പിടിച്ചെടുത്ത് തീരുമാനം എടുക്കണം. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ ലോകമഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ആരും യുദ്ധം ഇഷ്ടപ്പെടുന്നില്ല. തീർച്ചയായും അത് ഇറാനും ഇഷ്ടപ്പെടുന്നില്ല, ചൈന ഇഷ്ടപ്പെടുന്നില്ല, അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല, ഇസ്രായേലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് മരിക്കാമെന്നല്ലാതെ എന്ത് പ്രയോജനമില്ല. അപ്പം എന്തായാലും ലോകം സമാധാനത്തിന് വഴിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ ഇല്ലാതാക്കാമെന്നോ തോൽപ്പിക്കാമെന്നോ ആരും കരുതിയാലും വെറുതെയാണ്. അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒക്ടോബർ 7 പോലെ തന്നെ ഏപ്രിൽ 13 അവർക്ക് തീരാത്ത മുറിവാണ്. അതിനെ അവർക്ക് വെറുതെ വിടുകയില്ല. അതിനുള്ള നടപടി, തിരിച്ചടി ഉണ്ടാവുമെന്ന് തീർച്ച. നമസ്കാരം.